നമസ്കാരം. ലൂസ് ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഏതായാലും ഇപ്പിയുടെ കാര്യത്തിൽ തീരുമാനമായി. ഇപി എങ്ങനെ വെട്ടാൻ നോക്കിയിരിക്കുകയായിരുന്നു തോന്നുക. ഗോവിന്ദ മാഷിന്റെ പത്രസമ്മേളനത്തിൽ പക്ഷേ പാർട്ടി നടപടിയല്ലെന്നാ പറയുന്നത്. അങ്ങനെയല്ലേ പറയാൻ പറ്റൂ. പാർട്ടി നടപടി അല്ലാതെ ഒരാൾ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് മാറ്റാൻ വേണ്ടി വേറെ അല്ലെങ്കിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ സമ്മതിച്ചു. അല്ല, ഇപിക്ക് വേറെയും ഒരുപാട് ചുമതലകളുണ്ട്. കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. അത് അങ്ങോട്ട് ശരിയാകുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് ചില ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ മാറ്റിയത് എന്നാണ് പറയുന്നത്. പകരം ടി പി രാമകൃഷ്ണൻ താൽക്കാലിക ചുമതല നൽകിയിട്ടുണ്ട്. ടി പി രാമകൃഷ്ണൻ തന്നെ തുടരുമായിരിക്കാം. എന്തായാലും ഗോവിന്ദ മാഷ് ഈ പാർട്ടിയിൽ പിടിമുറുക്കി എന്നുള്ളത് മനസ്സിലായതോടുകൂടി അപ്പോൾ പിണറായിയുടെ പിടി അയഞ്ഞു എന്നുള്ളത് ഉറപ്പാണല്ലോ. കാരണം പിണറായിക്ക് വേറെ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു എന്നാണ് പറയണത് ഈ എൽ ഡി എഫ് കൺവീനറായിട്ട്. എന്തായാലും പിന്നെ ടി പി രാമകൃഷ്ണൻ എന്ന് പറയുമ്പോൾ മുൻ മന്ത്രിയാണ്. അദ്ദേഹം ഇപ്പോഴും എം എൽ എ ആണെന്ന് തോന്നുന്നു. അത് വളരെ മിടുക്കനായ ഒരാളാണ്. സമ്മന്ന നേതാവാണ്. നല്ല ഒരു പൊതുപ്രവർത്തകനാണ്. കുഴപ്പമൊന്നുമില്ല. നന്നായി തന്നെ എൽ ഡി എഫിനെ ഇടതുമുന്നണിയെ മുമ്പോട്ട് കൊണ്ടുപോകാൻ, പ്രശ്നങ്ങളൊന്നുമില്ലാതെ പ്രതിസന്ധികളില്ലാതെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ടി പി രാമകൃഷ്ണൻ സാധിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇ പിക്ക് എന്തോ ഒരു തലയിലെഴുത്തുണ്ട്. കാര്യം അദ്ദേഹം ചെന്ന് തുടർന്നതെല്ലാം വിവാദങ്ങളാണ്. ചില ആളൊക്കെ അങ്ങനെ ജാവദേക്കർ വിഷയത്തിൽ, പ്രകാശ് ജാവദേക്കറെ കണ്ട വിഷയത്തിലൊക്കെയുള്ള നടപടിയുടെ ഭാഗമായിട്ടാണെന്നാണ് പരോക്ഷ സൂചന. അതും ഒരു വിഷയമാണ് എന്ന് ഗോവിന്ദ മാഷ് പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ ആ ഇലക്ഷന്റെ സമയത്താണ് ഇത്. അന്ന് ഇലക്ഷന്റെ ആ ദിവസമാണ് ഈ വിഷയം ഉണ്ടാക്കിക്കൊണ്ട് രാവിലെ വാർത്താ സമ്മേളനം നടത്തിയത്, അല്ലെങ്കിൽ പ്രതികരിച്ചത് മാധ്യമങ്ങളോട്. അതൊക്കെ വലിയ അവമതിപ്പുണ്ടാക്കി. വിവിധ ജില്ലാ കമ്മിറ്റികളിലൊക്കെ തന്നെ ഇത് പരാമർശിച്ചു. പിന്നെ അത് എല്ലാവരും പെട്ടുപോയി. ഈ മാത്രമല്ല, അത് പെട്ടെന്ന് പല സി പി ഐ നേതാക്കൾ, നമ്മുടെ സുഹൃത്തുക്കൾ പലരും പറഞ്ഞു ബി എസ് ഫണ്ട് നെയ്യാറ്റിൻകര ബൈ ഇലക്ഷൻ്റെ അന്ന് ടി പി ചന്ദ്രശേഖരൻ്റെ വീട്ടിൽ പോയതിന്റെ വേറെ പതിപ്പായി. കെ കെ രമയെ കെട്ടിപ്പിടിച്ച് അദ്ദേഹം കണ്ണാടി ഇങ്ങനെ താഴെ ഊരി വീഴാൻ പോകുന്ന ആ ചിത്രമൊക്കെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. അദ്ദേഹം അത് കണക്കാക്കി പോയതാണ് എന്നൊന്നും നമുക്ക് തോന്നുന്നില്ല. എന്തായാലും അത് പോയത് തന്നെ പ്രശ്നം. കാരണം കുലംകുത്തി എന്ന് പിണറായി വിളിച്ച ആളുടെ വീട്ടിൽ വി എസ് പോയത് വലിയ പ്രതിസന്ധിയാക്കിയിരുന്നു പാർട്ടിയിൽ. ഇ പി എ സംബന്ധിച്ചപ്പോൾ കണ്ണൂർ രാഷ്ട്രീയത്തിൽ ഇതൊരു വലിയ, എനിക്ക് തോന്നുന്നു കണ്ണൂർ രാഷ്ട്രീയത്തിൽ ഒരു മൂപ്പിളമ തർക്കം എന്ന് തന്നെ ഉണ്ടായിരുന്നിരിക്കും, ആരാണ് മുതിർന്ന ആളെന്നുള്ളത്. കാലങ്ങൾക്ക് മുമ്പ് 3 ജയരാജന്മാരാണ് കണ്ണൂരിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്ന തരത്തിൽ ചില ചർച്ചകൾ ഉണ്ടായിരുന്നു. ഇ പി ജയരാജനും, എം വി ജയരാജനും, പി ജയരാജനും. അതിൽ പി ജയരാജനെയും ഏതാണ്ട് ഒതുക്കിയ മട്ടാണ്. അടുത്തത് ഇ പി, ഇനിയിപ്പം എം വി ജയരാജനാണ്. ജയരാജൻ പിന്നെ ഇവർക്ക് ഒരു ഭീഷണി വരുന്ന തരത്തിൽ, ഭീഷണി ആകാവുന്ന തരത്തിലൊന്നും പ്രവർത്തിക്കുന്നില്ല. എന്നാലും കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ കയ്യിൽ ചില വീഴ്ചകൾ ഇലക്ഷന്റെ സമയത്ത് പറ്റിയതായുള്ള ചില സൂചനകൾ പുറത്തു വന്നു. സുധാകരൻ പിണറായിയുടെയും ടി പി രാമകൃഷ്ണനൊക്കെ, നമ്മുടെ ഗോവിന്ദ മാഷിൻ്റെയൊക്കെ വീടിരിക്കുന്ന സ്ഥലത്തെല്ലാം സുധാകരൻ ലീഡ് ചെയ്തു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടായിരിക്കും. പാർട്ടി ഗ്രാമങ്ങളിൽ പോലും സി പി എമ്മിന് വോട്ടുകൾ നഷ്ടപ്പെട്ടു. ആ വോട്ടെല്ലാം ബി ജെ പിയിലേക്കാണ് പോയത്. വിജയരാജനായിരുന്നല്ലോ മത്സരിച്ചത്. അതെ, സ്ഥാനാർത്ഥിയായിട്ട് സുധാകരനെതിരെ മത്സരിച്ചതും അദ്ദേഹമാണ്. അദ്ദേഹം വലിയ വിജയപ്രതീക്ഷയിലായിരുന്നു. പക്ഷേ അതൊന്നും ഉണ്ടായില്ല. അതൊക്കെ തന്നെ ഇനിയിപ്പോൾ എം വി ജയരാജനെതിരെ ചില ആരോപണങ്ങളായി ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. പിന്നെ ചേട്ടൻ പറയുന്ന പോലെ അദ്ദേഹം വലിയൊരു ശല്യക്കാരനല്ലാത്തത്, അപകടകാരി, ഭീഷണിയല്ല. ഇവർക്കൊന്നും ഒരു ഭീഷണിയല്ല. ഇപ്പോൾ ഇ പിയെ സംബന്ധിച്ച് ഇ പി വളരെ സീനിയറാണ്, കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. അതുകൊണ്ട് തന്നെ ഒരു പിണറായി കഴിഞ്ഞാൽ അടുത്ത ഏറ്റവും സീനിയർ നേതാക്കൾ ഒരാളായിരിക്കാം. മുഖ്യമന്ത്രിയാവാനുള്ള സാധ്യത കൽപ്പിക്കപ്പെടുന്ന വ്യക്തിയാണ്. അത് കെ ശൈലജ ടീച്ചറും ഉണ്ടായിരുന്നു. അവരെയും മാറ്റി ഒരു സൈഡിലിട്ടിരിക്കുകയാണ്. എന്താണ് ഈ കഴിഞ്ഞ തവണ പാർട്ടി സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒഴിവ് വന്നപ്പോൾ, കോടിയേരി മരിച്ചു കഴിഞ്ഞപ്പോൾ ഒരുപക്ഷെ ഇ പി കരുതിയിരുന്നിരിക്കാം അടുത്ത സീനിയർ ഞാനാണല്ലോ, എന്നെ സംസ്ഥാന സെക്രട്ടറി ആക്കുമെന്ന് കരുതിയിരുന്നിരിക്കാം. പക്ഷേ ആയത് എം പി ഗോവിന്ദനാണ്. അത് കണ്ണൂർ ജില്ലാ സെക്രട്ടറി, അടുത്ത പാർട്ടി സെക്രട്ടറി, പിന്നെ മുഖ്യമന്ത്രി. അങ്ങനെയാണല്ലോ ഇവരുടെ രീതി. അപ്പം അതങ്ങനെ തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് കടന്നു വരുന്നത് എം വി ജയരാജനാണ്. അദ്ദേഹം ഇപ്പോൾ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാണ്. ഗോവിന്ദ മാഷ് ഇനി മുഖ്യമന്ത്രിയാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി ആകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കൽപ്പിക്കപ്പെടുന്നത്. എപ്പോഴും സി പി എമ്മിലെ കണ്ണൂർ ലോബി ശക്തമാണ്. വി എസിനെ പോലെ കുറച്ച് തിരുവിതാംകൂർ ലോബിക്കാർ വി എസ് ആയതുകൊണ്ടാണ് പിടിച്ചിരിക്കാൻ കഴിഞ്ഞത്. അത് നമ്മൾ പറഞ്ഞേ പറ്റുള്ളൂ. എന്തായാലും സി പി എമ്മിനെ സംബന്ധിച്ച് ഇത് വലിയൊരു ഒരു മാറ്റത്തിൻ്റെ കാലമാണ്. കാര്യം പാർട്ടി നാളെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇ പി ഇപ്പോഴും കേന്ദ്ര കമ്മിറ്റി തുടരുന്നുണ്ടല്ലോ എന്നാണ് ഗോവിന്ദ മാഷ് പറഞ്ഞത്. പക്ഷേ ഈ ഇതെല്ലാം സമ്മേളനങ്ങൾ പൂർത്തിയാകുമ്പോൾ അടുത്ത കേന്ദ്ര കമ്മിറ്റി വരുമ്പോൾ ഇ പി യിൽ കാണുമെന്ന് ആർക്കറിയാം. ഇ പി എ മാറ്റാനുള്ള സാധ്യതയുണ്ട്. സമ്പൂർണ്ണമായി അദ്ദേഹത്തെ ഒതുക്കാനുള്ള ചില നടപടികളുടെ ഭാഗമായിട്ടുള്ള ഒരു ആദ്യഘട്ടം എന്ന് വേണമെങ്കിൽ ഇതിനെ രാഷ്ട്രീയമായി വേണമെങ്കിൽ പറയാം. അല്ല, ഞാൻ രാവിലെ ആലോചിക്കുകയായിരുന്നു, ഈ എൽ ഡി എഫ് കൺവീനർമാരായിരുന്ന ഒരുപാട് പേരുടെ ഒരു ദുരവസ്ഥ. അവരെല്ലാം പിൽക്കാലത്ത് ഈ അപമാനിതരായി ഇറങ്ങിപ്പോകേണ്ടിരുന്ന ഒരവസ്ഥ. ഇപ്പം പി വി കുഞ്ഞിക്കണ്ണൻ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും അതിശക്തനായ എൽ ഡി എഫ് കൺവീനറായിരുന്ന ഒരാളാണ്. അദ്ദേഹം ഈ 80-ലെ നയനാർ മന്ത്രിസഭയെ മറിച്ചിട്ടിട്ട് അന്ന് 81-ൽ കെ കരുണാകരൻ്റെ നേതൃത്വത്തിലൊരു ഈ കാസ്റ്റിംഗ് മന്ത്രിസഭ എന്ന ആൾ കളിയാക്കി വിളിക്കുന്ന ഒരു താൽക്കാലിക മന്ത്രിസഭ എന്നല്ലോ, അതിൽ ലോനപ്പ നമ്പാടൻ കാലം മാറിയപ്പോഴാണ് മന്ത്രിസഭ താഴെ വീണത്. അതിൻ്റെ മുഖ്യ പിന്നിൽ പ്രവർത്തിച്ച ഒരാൾ ഇദ്ദേഹവും അതിലൊരു ആളായിരുന്നു, കുഞ്ഞിക്കണ്ണനൊക്കെ ആയിരുന്നു എന്നുണ്ട്.
ആ കുഞ്ഞിക്കണ്ണൻ പിന്നീട് CPM അനഭിമതനാവുകയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ നിന്ന് തന്നെ അദ്ദേഹം അപ്പുറത്താവുകയും ചെയ്തു. വൈക്കം വിഷയം വൈക്കം വിഷയം. പക്ഷേ അടുത്തത് അല്ല, പിന്നെ ആരോഗ്യ കാരണങ്ങളാൽ അത്രേ മാറിയതാണ്. ഉള്ളൂ. എങ്കിലും അല്ല, അദ്ദേഹത്തെ ഏതാണ്ട് ഒതുക്കിയ മട്ടായിരുന്നു. അദ്ദേഹത്തിന് പിന്നെ അസുഖമായി, അദ്ദേഹത്തിന് ശാരീരിക അസ്വസ്ഥതകൾ വന്നു. സർവശക്തനായിരുന്ന എം എം ലോറൻസ്, അതെ, അതാണ് LDF എം ലോറൻസ് എത്ര കൺവീനറായിരുന്നു. അപ്പോൾ ഈ കൺവീനർമാരൊക്കെ എല്ലാം സംഭവിക്കുന്ന ഒരു ദുര്യോഗം പോലെ തോന്നുന്നുണ്ട് ഇത് പലർക്കും. പിന്നെ എ വിജയരാഘവൻ, അദ്ദേഹത്തെ കുറിച്ച് ഇപ്പൊ അങ്ങനെ കേൾക്കുന്നില്ല. ചുമതലയായിരുന്നു താൽക്കാലിക ചുമതലയായിരുന്നു എന്നാൽ പോലും അദ്ദേഹം പാർട്ടി സെക്രട്ടറിയുടെ ചുമതലയും വഹിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് CPM സംബന്ധിച്ച്, കാരണം ഇനി അങ്ങോട്ട് ഉള്ളത് ഒന്ന് പാർട്ടി സമ്മേളനങ്ങളുടെ കാലം, അത് കഴിഞ്ഞ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ്, അത് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഇതൊക്കെ വരുമ്പോൾ ഇത് വളരെ നിർണായകമായിരിക്കും. ഒരുപക്ഷെ ഉത്തര മലബാറിൽ കമ്മ്യൂണിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ തന്നെ ഇപിയുടെ മേലുള്ള ഈ ഒരു നടപടി എന്ത് പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് അറിയാൻ പറ്റില്ല. അല്ല, ഇദ്ദേഹത്തിന്റെ പിന്നിൽ കുറെ പ്രവർത്തകരുണ്ട്. EP ജയരാജൻ അദ്ദേഹം പലപ്പോഴും ചില കാര്യങ്ങൾ ആലോചിക്കാതെയൊക്കെ വിളിച്ചു പറയുന്ന കൂട്ടത്തിലാണെന്ന് നമുക്കറിയാം. എന്നാൽ പോലും അദ്ദേഹത്തിനും ഒരു അണികളുടെ എന്ന് പറയാൻ പറ്റില്ല, അദ്ദേഹത്തിനും പിന്നിൽ കുറച്ച് സഖാക്കളുണ്ട്. അത് ഏത് രീതിയിൽ ഇനിയിപ്പോൾ കണ്ണൂർ ലോബിയിൽ പ്രതിഫലിക്കും, ചേട്ടൻ ചൂണ്ടിക്കാണിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കണ്ണൂർ ലോബിയിൽ ഏത് രീതിയിൽ ഇത് പ്രതിഫലിക്കും എന്നുള്ളത് അത് ചിന്തനീയമായൊരു വിഷയം തന്നെയാണ്. അത് ഇനിയിപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും ഒക്കെ തന്നെ അതിൻ്റെ അലയൊലികൾ തീർച്ചയായിട്ടും ഉണ്ടാകും, അല്ലേ? ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് ഇപ്പോൾ പാർട്ടിയുടെ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയുണ്ട്, പിന്നെ MV ജയരാജനുണ്ട്, മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയുണ്ട്, P ജയരാജനുണ്ട്. ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഈ അടുത്ത തലമുറ കുറവാണ്. ഇപ്പോൾ ജെയിംസ് മാത്യുവിനെ പോലെ വളരെ പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു നേതാവ് അതേ രാഷ്ട്രീയം പാർട്ടി വിട്ടതുപോലെയാണ്. വേറെ സാമൂഹ്യ പ്രവർത്തനം മറ്റു മേഖലകളിലേക്ക് അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. CKP പത്മനാഭൻ അങ്ങനെ ഒരുപാട് രാജേഷ് അദ്ദേഹത്തിനെ കുറിച്ചൊന്നും അധികം കേൾക്കുന്നില്ല. രാജേഷൊക്കെ അതിശക്തനായ നേതാവായിരുന്നു. പിന്നെ കടന്നു വരാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരു നേതാവ് അബ്ദുള്ള കുട്ടിയാണ്. അദ്ദേഹം പാർട്ടി മാറി കോൺഗ്രസിൽ പോയി, പിന്നെ BJPയിലും പോയി. അപ്പം അങ്ങനെ വരുമ്പോൾ അവരുടെയൊക്കെ ആ രണ്ടാം ജനറേഷൻ അവിടെ കുറഞ്ഞു വരുന്നു എന്നുള്ളതൊരു സത്യമാണ്. കാര്യം ഇവർ പലരും പ്രായാധിക്യം അവരെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്, അതിൻ്റെയൊക്കെ ഒരു കാര്യമുണ്ട്. എങ്കിൽ പോലും CPM സംബന്ധിച്ച് ഈ അടുത്ത തെരഞ്ഞെടുപ്പിന് അവർക്ക് ഈ ഭരണം നിലനിർത്തുക എന്നുള്ളത് അവരുടെ ഒരു ആവശ്യമാണ്. പക്ഷേ അത്രത്തോളം സാധിക്കും എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം. അവർക്ക് സാധിച്ചാൽ അത് തീർച്ചയായിട്ടും അത് UDFൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു പരാജയമായിട്ട് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. കാരണം ഇത്രയേറെ ഗുരുതരമായ വിഷയങ്ങളിൽ ആരോപണങ്ങൾ നേരിട്ട രണ്ട് സർക്കാരുകൾ, ഇടതുപക്ഷ സർക്കാരുകൾ, അപ്പോൾ മൂന്നാമതും അവർ തന്നെ അധികാരത്തിൽ വരികയാണെങ്കിൽ അത് കോൺഗ്രസിൻ്റെയും UDFൻ്റെയും സമ്പൂർണ്ണ പരാജയമായി എഴുതി കാണിക്കേണ്ടി വരും. അതെ അല്ലേ? അല്ലെങ്കിൽ ജനങ്ങളങ്ങ് വിചാരിക്കണം എന്തായാലും ഇവരെ അങ്ങ് ജയിപ്പിച്ചേക്കാലും വേറെ വഴിയില്ലല്ലോ എന്ന്. അങ്ങനെ സംഭവിക്കുന്ന പലപ്പോഴും ഉണ്ട്. പലപ്പോഴും കേരളത്തിൽ UDF അധികാരത്തിൽ വന്നിട്ടുള്ളത് ഈ ഒരു ജനങ്ങളെ ചെന്നുകൊണ്ടാണ്. LDF അധികാരം കിട്ടുമ്പോൾ അവർ കാണിക്കുന്ന മണ്ടത്തനങ്ങളും ആവത്തങ്ങളും കൊണ്ടാണ് തിരിച്ചെന്നാൽ പിന്നെ ഇവരെ ജയിപ്പിക്കേണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ അടുത്ത വരുമ്പോൾ അത് അതിനേക്കാൾ അപ്പുറമായിരിക്കും. മുകേഷ് വിഷയത്തിലെ ഒരു കാര്യം MV ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടിയത്, മുകേഷ് വിഷയം നമ്മൾ പറയേണ്ടതാണ്. കാരണം അദ്ദേഹം അത് വിശദമായി പറഞ്ഞു. ഒരു MLA രാജിവെക്കുകയാണെങ്കിൽ അദ്ദേഹം കുറ്റാരോപിതനാണിപ്പോൾ, അദ്ദേഹം കുറ്റവിമുക്തനാക്കപ്പെടുകയാണെങ്കിൽ തിരിച്ചു വരാൻ പറ്റില്ല. കാരണം MLA സ്ഥാനം രാജിവെച്ചാൽ പിന്നെ മത്സരിക്കണമല്ലോ. മന്ത്രിയാണെങ്കിൽ ആ പ്രശ്നമില്ല. മന്ത്രിസ്ഥാനം രാജിവെച്ച് കഴിഞ്ഞാൽ സർക്കാർക്ക് മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തെ മന്ത്രിയാക്കാം. തിരിച്ചു വന്നിട്ടുണ്ടല്ലോ, ഉണ്ട് തിരിച്ചു വന്നിട്ടുണ്ട്. അതുപോലെ മന്ത്രിസ്ഥാനം രാജിവെച്ചവർ ധാരാളം പേരുടെ പേരൊക്കെ അദ്ദേഹം ചൂണ്ടിക്കാട്ടി. PK കുഞ്ഞാലിക്കുട്ടിയുടെയും ജോസ് തെറ്റേലിൻ്റെയൊക്കെ കാര്യം ചൂണ്ടിക്കാട്ടി. അവരൊക്കെ മന്ത്രിമാരായിരുന്നു, അതുകൊണ്ടാണ് അവർ രാജിവെച്ചത് എന്നൊരു അങ്ങനെ ഒരു MLA രാജിവെച്ച ചരിത്രം ഇല്ല. അത് കീഴടക്കമില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് സത്യമാണ്. പക്ഷേ ഇന്നലെ വൃന്ദാക്കാരായിട്ട് പറഞ്ഞത് അങ്ങനെ ചിന്തിക്കരുതെന്നാണ്. മറ്റവർ രാജിവെച്ചില്ല, അങ്ങനെ കീഴടക്കമെല്ലാം ചിന്തിക്കരുത്, നമ്മൾ നടപടി എടുക്കണമെന്നാണ്. ആനിരാജ പറഞ്ഞത് മുകേഷിന് ഒരു നിമിഷം പോലും ആ കസേര തുടരാൻ അവകാശമില്ല എന്നാണ്. പിന്നീട് ബിനോവിശ്വൻ തള്ളി പറഞ്ഞെങ്കിലും. അതുകൊണ്ട് അപ്പോൾ ഈ വനിതാ നേതാക്കന്മാർ പറഞ്ഞാൽ ഈ പാർട്ടിയിൽ നിന്ന് ഒരു വിലയും ഇല്ലേ എന്നാണ് നമ്മൾ സംശയിക്കുന്നത് ശരിക്കും ഇത്തരം വിഷയങ്ങളിലൊക്കെ തന്നെ. അതുപോലെ മോഹൻലാലിൻ്റെ പ്രതികരണം വന്നിട്ടുണ്ട് ഇന്ന്. മറ്റേ ഇത് ഈ ലൈംഗികാരോപണ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം വളരെ ട്രിക്കിയായ, വളരെ തന്ത്രപരമായ ഒരു മറുപടികളൊക്കെയാണ് നൽകിയത്. ചോദ്യങ്ങൾക്കൊക്കെ വളരെ സുഖകരമായ രീതിയിൽ എല്ലാവരോടും ചിരിച്ചുകൊണ്ടാണ് മറുപടി നൽകിയത്. അതായത് അമ്മയെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, സിനിമാ മേഖലയിലെ എല്ലാ സംഘടനകളുമായും ഈ വിഷയം പരിശോധിക്കണം തുടങ്ങിയ കാര്യങ്ങൾ, സർക്കാർ നടപടി അതുപോലെ തന്നെ പോകട്ടെ. അതുപോലെ അദ്ദേഹം രാജിവെച്ചത് വിശദമായി ചർച്ച ചെയ്തിട്ടാണ് ഭരണസമിതി രാജിവെച്ചത്. അമ്മയിലേക്ക് പുതിയ തലമുറയിലെ ആൾക്കാർ കടന്നു വരട്ടെ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ലാലേട്ടൻ പറഞ്ഞത്. അത് കുഴപ്പമില്ലാതെ പറഞ്ഞു അദ്ദേഹം, പറയാനുള്ള കാര്യം പറഞ്ഞു, ഒളിച്ചോടിയതല്ല എന്ന് ആദ്യം തന്നെ പറഞ്ഞു. തീർച്ചയായും. പക്ഷേ ഈ മുകേഷിൻ്റെ വിഷയത്തിൽ, അതൊരു സിനിമയുടെ വിഷയത്തിലൊക്കെ നമ്മൾ കടന്നു വരുമ്പോൾ ഇത് അങ്ങോട്ട് ചെല്ലുന്തോറും ഇത് കൂടുതൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കാണുന്നത്. മുകേഷ് രാജിവെക്കുന്ന രണ്ടാമത്തെ കാര്യം, അത് അവരുടെ ധാർമ്മിക ചിന്തകളുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കട്ടെ. പക്ഷേ സിനിമയിൽ കൂടുതൽ പേർ ഇതിൽ പെടുന്നുണ്ട്. അപ്പോൾ സർക്കാർ ചെയ്യേണ്ടത് ഇക്കാര്യത്തിൽ വളരെ കൃത്യമായ
ന്യായയുക്തമായ നടപടികൾ തന്നെയാണ് സ്വീകരിക്കേണ്ടത്. മുഖം നോക്കി നടപടിയെടുക്കുന്ന കാര്യം അവർ ചെയ്യരുത്. അതെ, അന്വേഷണം സുതാര്യമായി തന്നെ മുമ്പോട്ട് പോകണം. എന്തായാലും അന്വേഷണ കമ്മീഷനെയൊക്കെ നിയോഗിച്ചിട്ടുണ്ട്. അവർ അന്വേഷണവും മറ്റു കാര്യങ്ങളും തുടരുകയാണ്. മൊഴിയെടുക്കലും പ്രത്യേക പോലീസ് സംഘം 4 വനിതാ IPS ഉദ്യോഗസ്ഥരുണ്ട്. അപ്പോൾ അത് സുതാര്യമായി തന്നെ അന്വേഷണം പുരോഗമിക്കുന്നു എന്നാണ് ഇതുവരെ മനസ്സിലാകുന്നത്. ശക്തമായ നിയമ സംവിധാനം അവിടെ പ്രവർത്തിക്കണം. അത് ആരായാലും, എത്ര വലിയ ആളായാലും, എത്ര വലിയ നടനായാലും, ഏത് വ്യക്തിയായാലും തീർച്ചയായിട്ടും ആ ഒരു വിഷയത്തിൽ കൂടുതൽ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാവാതിരിക്കണം എന്നുള്ളതാണ് കേരളത്തിൻ്റെ പൊതുസമൂഹം ആഗ്രഹിക്കുന്നത്. കാരണം രാഷ്ട്രീയ ഇടപെടലുകൾ മൂലം അട്ടിമറിക്കപ്പെട്ട ധാരാളം കേസുകളുണ്ട്, ഇതിനു മുൻപ് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ കേൾക്കുന്നതാണ്. ഈ ഒരു വിഷയത്തിലെങ്കിലും സുതാര്യമായ ഒരു നടപടി ക്രമം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് വിശ്വസിക്കാം. തീർച്ചയായും. അതായത് CPM സംബന്ധിച്ച് ഈ 2 വിഷയം അവരെ പ്രധാനമായ 2 വിഷയം നല്ല, ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ വിഷയം അവർ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ EP-യുടെ വിഷയം. EP ഇന്ന് ആ സ്ഥാനത്ത് മാറ്റിയോടുകൂടി ഇന്നിപ്പോൾ പ്രധാന ചർച്ചാ വിഷയം EP ആവുമല്ലോ, സ്വാഭാവികം. ചാനലുകളാണെങ്കിലും പത്രങ്ങളെല്ലാം മാധ്യമരംഗത്ത് നമ്മളെ മൊത്തം സമൂഹവും എല്ലാം ആ വിഷയം മാറും. അപ്പോൾ അത് CPM അറിയാം എന്ത് ചെയ്യണമെന്നുള്ളത്. അവർക്ക് ഇതിനനുസരിച്ച് പുതിയ വിഷയങ്ങൾ കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും പഴയ വിഷയങ്ങൾ വശത്തേക്ക് മാറ്റി നിർത്തപ്പെടും. രാഷ്ട്രീയവും സിനിമയും കലർന്നുള്ള ചർച്ചയായിരുന്നു ഇന്നലെ വരെ. ഇന്നിപ്പോൾ അത് EP ജയരാജനിലേക്ക് എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളത് ഒരു പോയിന്റാണ്. സാധാരണഗതിയിൽ CPM സംസ്ഥാന കമ്മിറ്റി യോഗം 2 ദിവസമാണ് ഉള്ളത്. ഒരു ദിവസം സെക്രട്ടറി, 2 ദിവസം സംസ്ഥാന കമ്മിറ്റിയാണ് അങ്ങനെ പതിവ്. ഇത്തവണ സംസ്ഥാന കമ്മിറ്റി 1 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് ഉച്ച കഴിഞ്ഞപ്പോൾ തന്നെ ഗോവിന്ദ മാഷ് പത്രസമ്മേളനം നടത്തിയുള്ള കാര്യം പറയുകയും ചെയ്തു. അതെ, ഈ സിനിമാ മേഖലയെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അതൊക്കെ മുഖ്യമന്ത്രി പറയേണ്ടതല്ലേ എന്ന് ഒരു സംശയം എനിക്ക് തോന്നി അത് കേട്ടപ്പോഴേ. നടപടിയെടുക്കുന്ന കാര്യവും ചലച്ചിത്ര മേഖലയിലെ മാറ്റങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ചും അന്വേഷണ നടപടികളെക്കുറിച്ചും ഒക്കെ പാർട്ടി സെക്രട്ടറിയാണോ പറയേണ്ടത്, മുഖ്യമന്ത്രിയല്ലേ അല്ലെങ്കിൽ സാംസ്കാരിക മന്ത്രിയല്ലേ പറയേണ്ടത് എന്ന് തോന്നി. സാധാരണ മുഖ്യമന്ത്രി എത്തുമെന്ന് ചോദിച്ചാൽ അദ്ദേഹം ഉത്തരം പറയാറില്ല. അപ്പോൾ നമ്മൾ ഡെസ്കിൽ പറയുകയും ചെയ്തു, ഭാവി മുഖ്യമന്ത്രി ആകാനുള്ള പ്രാക്ടീസിന്റെ ഭാഗമായിട്ടായിരിക്കും പറയുകയും ചെയ്തു. അത് ശരിയാണ്. അല്ല, മുഖ്യമന്ത്രിയായിട്ട് മാത്രമല്ല, സാധാരണഗതിയിൽ പത്രസമ്മേളനങ്ങളിൽ പ്രസംഗിക്കുമ്പോൾ എപ്പോഴാണെങ്കിലും ഗോവിന്ദ മാഷ് ഒരുപാട് ഈ പാർട്ടി സൈദ്ധാന്തിക ഭാഷയെ സംസാരിക്കുന്ന ഒരാളാണ്. പക്ഷെ ഇന്ന് അങ്ങനെ ആയിരുന്നില്ല. വളരെ പ്ലെയിനായിട്ട്, വളരെ ചിരിച്ച് സന്തോഷവാനായിട്ട് ഉദ്ദേശകാരൻ നടന്നു. അതുകൊണ്ടാണോ എന്തായാലും അദ്ദേഹം വളരെ, എനിക്ക് തോന്നുന്നത് ഒരു പാർട്ടി സെക്രട്ടറി എന്നുള്ളതിൽ അദ്ദേഹം കൂടുതൽ ശക്തനായി എന്നാണ് തോന്നുന്നത് ഒരു വിഷയത്തിൽ. അങ്ങനെയാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ബോഡി ലാംഗ്വേജും മൊത്തത്തിൽ ഈ സംഭവിച്ച കാര്യങ്ങളും പുതിയ LDF കൺവീനർ ആരാണെന്നുള്ളത് തലക്കല ചുമതലയാണെങ്കിൽ പോലും അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ പുതിയ LDF കൺവീനർ വരുമ്പോൾ CPIയുടെ പ്രതികരണം അതിനകത്ത് വരും. കാരണം ഘടകകക്ഷികളുടെ എല്ലാം ഒരു പ്രതികരണം വരുമല്ലോ പുതിയ സെക്രട്ടറി പുതിയ കൺവീനർ വരുന്ന സമയത്ത്. തീർച്ചയായും. ഇപ്പം CPI ഏത് രീതിയിൽ ഇതിനോട് പ്രതികരിക്കും എന്ന് ഇതുവരെ പ്രതികരിച്ച് കണ്ടില്ല. ഇനി വരും മണിക്കൂറുകളിൽ പ്രതികരിക്കുമായിരിക്കും. അല്ല, ഈ LDF-ല് LDF കൺവീനർ സ്ഥാനം എപ്പോഴും CPM തന്നെയാണ്. അതെ, അതുകൊണ്ട് തന്നെ അവരുടെ അഭിപ്രായം അവർ പറയാറുണ്ട്. തീർച്ചയായും അഭിപ്രായം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, CPIക്ക് അതിനുള്ള അവകാശം കൊടുക്കും, ബാക്കിയുള്ളവർക്ക് ഒരു അഭിപ്രായം ഇല്ല. CPI പറയുന്നത് എന്താണെന്ന് വേണം ഇപ്പോഴേ പറയാം. സഖാവ് P രാമകൃഷ്ണൻ വളരെ ആണല്ലോ കഴിവുള്ള P രാമകൃഷ്ണനെതിരെ പറയാൻ അങ്ങനെ വേറെ ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ആയിക്കോട്ടെ. പുള്ളി ഒരു മിതവാദി എന്നുള്ള നിലയിൽ TP എപ്പോഴും വളരെ സൗമ്യനായ, എല്ലാവരും വളരെ നല്ല ബന്ധത്തിൽ പോകുന്ന ഒരാളാണ്. ഒരു പക്ഷേ ഇനി അങ്ങോട്ട് എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ തോന്നുന്നതാണ്, ഈ CPM-ലെ പല നേതാക്കളെയും കുറിച്ചുള്ള ആരോപണം ഇവർ ഭയങ്കര ധാർഷ്ട്യത്തിൽ പെരുമാറുന്നു, ഭയങ്കര ബോഡി ലാംഗ്വേജ് കുഴപ്പമാണെന്ന് പറയുമ്പോൾ അങ്ങനെ അല്ലാതെ കുറച്ച് ഒരു ജനകീയന്മാരെ കൂടെ കൊണ്ടുവരാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്ന് അറിഞ്ഞില്ല. ഒരു തിരുത്തൽ നടപടിയുടെ ഭാഗമായിട്ട്. കാരണം തെരഞ്ഞെടുപ്പ് തോൽവിയോടനുബന്ധിച്ച് ഈ മുഖ്യമന്ത്രിയുടെ അടക്കം ധാർഷ്ട്യവും ശരീരഭാഷയും അദ്ദേഹത്തിന്റെ ജനങ്ങളോടുള്ള പെരുമാറ്റവും ഒക്കെ തന്നെ വലിയ ചർച്ചയായിരുന്നു പാർട്ടി കേന്ദ്രങ്ങളിൽ. അപ്പം ധാർഷ്ട്യം ഒഴിവാക്കണം, കുറച്ചുകൂടി ജനങ്ങൾ അകന്നത് അങ്ങനെയാണ് എന്ന ഒരു ആരോപണമാണെന്നോ പല നേതാക്കളും. അങ്ങനെ ആയിരിക്കണമല്ലോ. അത് തീർച്ചയായിട്ടും ചേട്ടാ, നമുക്ക് ഒരാളോട് പെരുമാറുമ്പോഴത്തേക്കും ആ വ്യക്തിയുടെ പെരുമാറ്റം എന്ന് പറയുന്നതിന് വലിയ ഘടകമല്ലേ. തീർച്ചയായും നമുക്ക് പുഞ്ചിരിച്ചുകൊണ്ട് ഒരു വ്യക്തിയോട് സംസാരിക്കുന്നതും ധാർഷ്ട്യത്തോടെ അഹങ്കാരത്തോടെ പെരുമാറുന്നതുമായിട്ട് ആനയാടും പോലത്തെ വ്യത്യാസമുണ്ട്. അതിപ്പോൾ രാഷ്ട്രീയക്കാരായാലും ഏത് മേഖലയിലുള്ളവരായാലും ഞങ്ങൾ മാധ്യമപ്രവർത്തകരായാലും ഒക്കെ തന്നെ എങ്ങനെയാണ് നമ്മൾ പൊതുസമൂഹത്തോട് പെരുമാറുമ്പോൾ, സാധാരണ ജനങ്ങളോട് പെരുമാറുമ്പോൾ അത് അല്പം മയത്തോടെ മിതത്വം പാലിച്ചുകൊണ്ട് പെരുമാറുക, വാക്കുകൾ ഉപയോഗിക്കുന്നതിൽ അല്പം നിയന്ത്രണം കൊണ്ടുവരിക ഒക്കെ തന്നെയാണ് സ്വാഭാവികമായി ചെയ്യേണ്ടത്. നമ്മുടെ രാഷ്ട്രീയ കക്ഷികളൊക്കെ അങ്ങനെയായിരുന്നു. എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായാലും കരുണാകരനും അദ്ദേഹം VK നായനാരൊക്കെ ജനങ്ങളോട് സംസാരിക്കുന്നത് എത്ര സരസമായിട്ട്, ചിരിയൊക്കെ എത്ര നിഷ്കളങ്കമാണ്, എത്ര നിഷ്കളങ്കമായ ചിരിയാണ്. അതുപോലെ കരുണാകരൻ്റെ അത് ബന്ധലേക്ക് പോലും ഒന്ന് പറയാണ്, നമ്മളെ പഴയ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ എല്ലാവരും നമ്മൾ കണ്ടിട്ടൊന്നുമില്ല. ഇവിടെയൊക്കെ ഫോട്ടോ ആണ്, എല്ലാവരും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോ ആണ് കാണുന്നത്. ഇപ്പൊ നേരെ തിരിച്ചാണ്, ആരും ചിരിക്കുന്നത്, എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്ന ഫോട്ടോയാണ് നമ്മൾ കാണുന്നത്. പണ്ട് എല്ലാവരും കൃഷ്ണപിള്ളയുടെ ആണെങ്കിലും സഭാകൃഷ്ണപിള്ളയുടെ ആണെങ്കിലും EMS, AKG അവരെല്ലാവരും പഴയ MNന്റെയും TV-യുടെ ഒക്കെ കാണുമ്പോൾ
അച്യുതാനന്ദൻ ചിരിക്കാത്ത ആളാണെന്ന് പറയും, എന്നാൽ പോലും അദ്ദേഹം കുറച്ചൊരു ഗൗരവക്കാരനാണെന്നുള്ളൊരു നമ്മളെ വിട്ടുകൊടുത്തിട്ടുണ്ട്. എന്നാൽ ആ സംഭാഷണത്തിലൊരു തീർച്ചയായും ധാർഷ്ട്യം ഒന്നുള്ളതായിട്ട് അറിവില്ല. ഒന്നുമില്ല. അദ്ദേഹത്തോട് സംസാരിച്ച പഴയ ആൾക്കാരെയൊക്കെ നമുക്കറിയാം. അതെ. അവരൊക്കെ തന്നെ പഴയ കാലമാധ്യമ പ്രവർത്തകരൊക്കെ തന്നെ പറയുന്നത് കേൾക്കാം, അദ്ദേഹത്തെ CH എമ്മിനെ കുറിച്ചൊക്കെ തന്നെ. അപ്പം അതൊക്കെ ഒഴിവാക്കി ഒരു ചേട്ടൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു തിരുത്തൽ നടപടിയുടെ ഭാഗമായി ഉള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഉണ്ടാകുന്നതെങ്കിൽ അത് നന്നായി തന്നെ മുമ്പോട്ട് പോകട്ടെ. അതെ. അത് ബാബുപോൾ സാറിന്റെ ആത്മകഥയിൽ, ഡി ബാബുപോൾ സാറിന്റെ ആത്മകഥയിൽ അത് സമയം കണ്ടെങ്കിൽ വായിച്ചു നോക്കണം. നമ്മൾ പത്രപ്രവർത്തകർ വായിക്കേണ്ട പുസ്തകമാണ്. അപ്പോൾ അദ്ദേഹം ഇടുക്കി കളക്ടറായിരുന്ന സമയത്ത്, അപ്പോൾ അന്ന് ഇടുക്കി ഡാമിന്റെ പണി അങ്ങനെ എന്തൊക്കെ ഉണ്ട്. അപ്പോൾ അത് പലപ്പോഴും നേതാക്കന്മാരൊക്കെ വന്ന് എന്തെങ്കിലുമൊക്കെ ഓരോ ഫേവർ ആവശ്യപ്പെടും. അപ്പോൾ അദ്ദേഹം അന്ന് മഴയും കൊടുത്തിരുന്നില്ല. അപ്പോൾ അന്ന് അച്യുതാനന്ദനാണ് മുഖ്യമന്ത്രി. അപ്പോൾ ഇവരിങ്ങനെ ഓരോ കള്ളക്കഥകൾ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് ഓരോ എത്ര വഴിയൊക്കെ അയക്കും. അങ്ങനെ ഏതോ ഒരു കള്ളക്കഥ അത് ശരിയാണെന്ന രീതിയിൽ അദ്ദേഹത്തെ ഈ വിളിപ്പിച്ച കഥ പറയുന്നുണ്ട് ഈ സെക്രട്ടേറിയറ്റിലേക്ക് വന്ന് കണ്ടപ്പോൾ ആ കാര്യം. അപ്പോൾ എന്താണ് സംഭവിച്ചത് ഞാൻ ചോദിച്ചു. അപ്പം ബാബുപോൾ സെക്രട്ടറി എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞപ്പോഴേ അത് യുഗമായിട്ടെന്ന് പറഞ്ഞു, കുഴപ്പമില്ല, നിങ്ങൾ ജോലി തുറന്നോളാൻ പറഞ്ഞു എന്നാണ്. അങ്ങനത്തേക്കുള്ള വിശാല മനസ്സുള്ള ആൾ തന്നെയായിരുന്നു അന്നത്തെ ആളുകളെ. അവരെനിക്ക് തോന്നുന്നു താഴെത്തട്ടിൽ പ്രവർത്തിച്ച് ഒരുപാട് യാതനകളിലൂടെ കടന്നു വന്നിട്ട് തലമുറയാണ്. അതെ, ഈ ഓട് വിളിച്ചിറങ്ങുക എന്ന് പറയുന്ന പ്രക്രിയയൊന്നും ഇല്ലല്ലോ, അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ പെട്ടെന്ന് കിട്ടുക എന്ന് പറയുന്ന പരിപാടിയൊന്നും അന്ന് പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലില്ല. ആ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു വന്ന രാഷ്ട്രീയ പാരമ്പര്യവും മറ്റു കാര്യങ്ങളും രാഷ്ട്രീയ പ്രവർത്തനവും ജനകീയതയും ഒക്കെ നോക്കിയല്ലേ അന്ന് നേതാക്കന്മാർ. തീർച്ചയായും. മാത്രമല്ല നമ്മൾ ഇതിൽ വളരെ വിചിത്രമായ ഒരു കാര്യം, നമ്മൾ പഴയ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരൊക്കെ പരിശോധിക്കും, ഇവരിൽ വലിയൊരു ശതമാനം പേരും വലിയ ജന്മി കുടുംബങ്ങളിൽ ജനിച്ച് വളരെ സമ്പന്ന പശ്ചാത്തലത്തിൽ നിന്ന് വന്ന് അത് പിന്നീട് അവരതൊക്കെ നഷ്ടപ്പെടുത്തി അല്ലെങ്കിൽ പിന്നെ ജനങ്ങളുമായിട്ട് ഇഴയിച്ചേർന്ന് സാധാരണക്കാരനൊപ്പം നിന്നവരാണ്. അതിപ്പം EMS ആണെങ്കിലും AKG ആണെങ്കിലും നായനാർ, ഇവരെല്ലാവരും തന്നെ വളരെ ജന്മി കുടുംബങ്ങൾ, TC നാരായണ നമ്പ്യാർ, അങ്ങനെയൊക്കെയുള്ള അന്നത്തെ വലിയ പിന്നെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരൊക്കെ തന്നെ വളരെ ജന്മി കുടുംബങ്ങളൊക്കെ ജനിച്ചവരാണ്. പക്ഷെ അവരൊന്നും അതൊരിക്കലും ആരോടും കാണിക്കുകയോ ഒന്നും ചെയ്യാതെ വളരെ സൗമ്യമായി പെരുമാറി. കമ്മ്യൂണിസം എന്ന് പറയുന്ന ആ സിദ്ധാന്തം തന്നെ അതല്ലേ, ജനങ്ങളുമായിട്ട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ആ ഒരു സിദ്ധാന്തമാണ്. അതിൻ്റെ ഒരു അവസ്ഥയാണ്, വളരെ മാറിയ അവസ്ഥയാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഗോവിന്ദൻ മാഷ് കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറഞ്ഞു, EPയുടെ കാര്യവും പറഞ്ഞു, അതുപോലെ തന്നെ മുകേഷിൻ്റെ കാര്യം പറഞ്ഞു, മറ്റ് വിശദാംശങ്ങളൊക്കെ തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും CPMൻ്റെ ഭാഗത്തു നിന്ന് ഒരു നടപടി ഈ രീതിയിൽ ഉണ്ടാകുന്നത് ഒരു തിരുത്തൽ ശക്തിയുടെ അല്ലെങ്കിൽ തിരുത്തൽ നടപടിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ തിരുത്തൽ രീതിയുടെ ഭാഗമായിട്ടാണ് എന്ന് ഒരു വേള നമ്മളിപ്പം വിശ്വസിക്കുന്നു. ഭാവിയിൽ എന്താകും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് അറിയില്ല. മുകേഷിനെ പിന്തുണച്ചുകൊണ്ട് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. അതിപ്പോൾ അവർ അതിന് വിശദീകരണവും നൽകുന്നുണ്ട്. ഏതായാലും കേസും കാര്യങ്ങളും മുമ്പോട്ട് പോകട്ടെ, ശക്തമായി തന്നെ മുമ്പോട്ട് പോകട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. അത് നടക്കും എന്ന് വിശ്വസിക്കുന്നു. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, പഴയ കമ്മ്യൂണിസ്റ്റ് രീതി അനുസരിച്ചാണെങ്കിൽ മുകേഷ് രാജിവെക്കേണ്ടി വരുമായിരുന്നു. പക്ഷേ അങ്ങനെ രാജിവെച്ചാൽ അവിടെ ബൈ ഇലക്ഷൻ നടന്നാൽ പരാജയപ്പെടും എന്ന് തോന്നിക്കാണും. കാരണം കൊല്ലം ജില്ലാ കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ട ചില നേതാക്കളോട് ഒക്കെ സംസാരിച്ചു MV ഗോവിന്ദൻ മാഷ് എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ പറഞ്ഞത്രേ ഇനി വന്നു കഴിഞ്ഞാൽ സാധ്യത കുറവാണ്. അന്ന് തന്നെ വളരെ കുറഞ്ഞ ഭൂരിപക്ഷത്തിനാണ്, അത് ഇദ്ദേഹമായിട്ടാണ് ജയിച്ചത്. ഇനിയിപ്പോൾ ആരെങ്കിലും കൊല്ലത്ത് നിൽക്കുകയാണെങ്കിൽ അതൊരു പരാജയത്തിൻ്റെ കാരണമാകാനുള്ള സാധ്യതയുണ്ട്, പരാജയ ഭീതി ഉണ്ട് CPMന്. സാധാരണഗതിയിൽ കൊല്ലത്ത് പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ കോൺഗ്രസ്സുകാർ തമ്മിലടിച്ച് കാലുവാരി ഇടതുപക്ഷത്തെ ജയിപ്പിക്കുമായിരുന്നു. പക്ഷേ ഇത്തവണ ഒരുപക്ഷെ നാട്ടുകാരും കൂടെ അങ്ങോട്ട് ഇറങ്ങി അവർ വിചാരിക്കുകയാണ് കോൺഗ്രസ്സുകാർ കാലുവാരിക്കോട്ടെ നമുക്ക് സഹായിക്കാമെന്ന് നാട്ടുകാർ കരുതിയാൽ, ആൾ കരുതിയാൽ, സ്ത്രീകളും പാർട്ടി ഇല്ലാത്തവരും രാഷ്ട്രീയമില്ലാതെ വോട്ട് ചെയ്യുന്നവരും ഒക്കെ തന്നെ മാറിക്കഴിഞ്ഞാലും വലിയ പരാജയം. ഇന്ത്യ പ്രേമേന്ദ്രൻ തന്നെ ജയിച്ചിട്ടുണ്ട്, വലിയ ഭൂരിപക്ഷത്തിന് അദ്ദേഹം ജയിച്ചത്. അപ്പോൾ അതുപോലെ കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ പെട്ടതാണല്ലോ അസംബ്ലി മണ്ഡലം. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അലകൾ ഇപ്പോഴും അവിടെ തന്നെ അവശേഷിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് ഒരുപക്ഷെ ഈ മുകേഷ് രാജിവെച്ചിട്ട് ബൈ ഇലക്ഷൻ നടത്തുകയാണെങ്കിൽ അത്ര എളുപ്പമാകില്ല എന്ന് അവർക്കറിയാം. മാത്രമല്ല ഈ വയനാട് ബൈ ഇലക്ഷൻ വരുന്നുണ്ട്, അതിൽ ഒരു പ്രിയങ്ക ഗാന്ധി ഫാക്ടറൊക്കെ ഉണ്ടെന്ന് പറയുന്നു. അവരാണല്ലോ മത്സരിക്കുന്നത്. അപ്പം അതും CPMന് പ്രതികൂലമായി വരാനുള്ള സാധ്യത കൂടി രാഷ്ട്രീയമായി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ ഈ മുകേഷിന്റെ പാലക്കാടും ചേലക്കരയുണ്ട്. അല്ല, പ്രിയങ്ക ഫാക്ടർ എന്തായാലും അതല്ല, അതാണ് അത് കഴിഞ്ഞ നമ്മുടെ രാഹുൽ ഗാന്ധി ഫാക്ടർ എന്ന് പറയുന്ന പോലെ അത് സംസ്ഥാനത്തൊട്ടാകെ അത് ബാധിക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് CPM, മുൻകൂട്ടി കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹത്തോട് രാജിവെക്കേണ്ട എന്ന് പറഞ്ഞത്. അന്വേഷണം നടക്കട്ടെ തീർച്ചയായിട്ടും. അതുപോലെ തന്നെ നയരൂപീകരണ സമിതിയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി, അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മൾ പറയാൻ പറ്റുക. നയരൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷിനെ ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം സിനിമയുമായി ബന്ധപ്പെട്ട ഒരു നയരൂപീകരണ സമിതിയാണ്. അതിൽ ഒരു കുറ്റാരോപിതനായ വ്യക്തി, അത് സിനിമാക്കാരനാകട്ടെ ആരുമാകട്ടെ, അങ്ങനെ പങ്കെടുക്കുന്നത് ഒരിക്കലും ധാർമ്മികതയല്ല. അത് വ്യക്തമായി CPI അടക്കം അത് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായിരുന്നു, അനിരാജി അടക്കം അത് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. അതെന്തായാലും നല്ലൊരു നടപടിയായിട്ടാണ് തോന്നുന്നത്, അല്ലേ? ക്രിയാത്മകമായൊരു നടപടിയായിട്ടാണ് തോന്നുന്നത്. അങ്ങനെ തന്നെയാണ് വേണ്ടത്. അതാണ് വേണ്ടത്. ഇനി ഇതിൻ്റെ അന്വേഷണം കൃത്യമായി നടക്കുക എന്നുള്ളതാണ് നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത്. പിന്നെ ആരോപണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്.
പലരും പലതും പറയുന്നുണ്ട്. ഇപ്പോൾ മറ്റേ എന്തോ നഗ്നചിത്രം അയച്ചു കൊടുത്ത വിഷയത്തിൽ രേവതി പ്രതികരിച്ചിട്ടുണ്ട്. അവർക്ക് അങ്ങനെ ഒരു ചിത്രം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അതിൽ പ്രതികരിക്കേണ്ട കാര്യമില്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. നിഷേധിക്കുന്നുണ്ട്, കാര്യങ്ങൾ വരുന്നുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ വിശദമായ അന്വേഷണം ഈ വിഷയത്തിൽ ഉണ്ടാകണം എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഈ ഇന്നും നമ്മൾ ദേശീയ ചാനലുകളെ സൈറ്റ് എടുത്ത് നോക്കുമ്പോൾ കാണുന്ന മുഴുവൻ അതിൽ പ്രധാനപ്പെട്ട വാർത്തകളിൽ ആ 5 വാർത്തകളിൽ ഒന്ന് കേരളത്തിലെ ഈ സിനിമയുടെ കാര്യം തന്നെയാണത്. അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെ നാണം കെടുത്തുന്നതാണെന്ന് തന്നെ പറയേണ്ടി വരും. നമ്മൾ ഒരു കാലത്ത് നമ്മൾ തല ഉയർത്തി പിടിച്ച് നിന്നിരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് ഈ ആരാധനാ പാത്രങ്ങളല്ല അവഹേളന പാത്രങ്ങളായി എന്ന് പറഞ്ഞതുപോലെ. അല്ല, അന്താരാഷ്ട്ര തലത്തിൽ വരെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട സിനിമകളാണ് നമ്മുടെ മലയാള സിനിമകളിൽ പലതും. അങ്ങനെ എത്ര അന്താരാഷ്ട്ര മേളകളിലും ഒക്കെ തന്നെ നമ്മുടെ സിനിമകൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. മലയാള സിനിമ എന്ന് പറയുന്നത് ലോകോത്തരമായ ഒരു നിലവാരമുള്ള സിനിമ തന്നെയാണ്. അതിനാണ് ഈ ഒരു ബുദ്ധിമുട്ട് നമുക്ക് വന്നിരിക്കുന്നത്. അത് ഗോവിന്ദമാഷ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു കേട്ടോ. ആ രീതിയിൽ നമ്മുടെ ചലച്ചിത്ര മേഖലയെ വളരെ ഉയരത്തിൽ എത്തിച്ച ഒരു സംസ്ഥാനമാണ്. അപ്പം ആ ഒരു സംസ്ഥാനത്ത് ഇത്തരം ആരോപണങ്ങൾ, ഗുരുതരമായ ആരോപണങ്ങൾ ആ മേഖലയുമായി ബന്ധപ്പെട്ട് വരുന്നത് അത് പരിശോധിച്ച് വേണ്ട നടപടി എടുക്കേണ്ട കാര്യമാണ്. അത് സീരിയസ് ആയി തന്നെ ഞാൻ കാണുന്നു എന്ന നിലയ്ക്ക് അദ്ദേഹം പറഞ്ഞു. പാർട്ടി അതിനെ വളരെ കാര്യമായി തന്നെ കാണുന്നു എന്നുള്ള കാര്യം അദ്ദേഹം വിശദമായി. നമ്മൾ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇ.പിയുടെ രാഷ്ട്രീയ ഭാവി എന്താകും എന്നുള്ളതാണ്. അത് അല്പം കലങ്ങി മറിഞ്ഞൊരവസ്ഥയിലാണ്. ഇ.പിയുടെ രാഷ്ട്രീയ വനവാസത്തിലേക്കായിരിക്കുമോ പോകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. അതിനൊരു സാധ്യതയുണ്ട്. കാരണം ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് രണ്ടാമനായിരുന്ന വ്യക്തിയാണ്. അന്ന് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നു. അദ്ദേഹം തിരിച്ചു വരികയും ചെയ്തു. അപ്പം ആ രീതിയിൽ കേരളത്തിൻ്റെ തന്നെ രാഷ്ട്രീയത്തിൽ, CPM രാഷ്ട്രീയത്തിലെ ഒരു മുടിചൂടാമനായി നിലകൊള്ളാൻ പ്രാപ്തിയും കഴിവുമുള്ളൊരു നേതാവാണ്. അദ്ദേഹത്തിനാണ് ഇപ്പോൾ ഈ ഒരു തിരിച്ചടി വന്നിരിക്കുന്നത്. അതൊരു തിരിച്ചടിയായിട്ട് അദ്ദേഹം ചിലപ്പോൾ കാണില്ലായിരിക്കാം. പക്ഷേ പാർട്ടി അതിശക്തമായ ഒരു നിലപാടുമായി അദ്ദേഹത്തെ ഒതുക്കിയിരിക്കുകയാണ് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പലരും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിന്റെ ചേട്ടൻ പറഞ്ഞതുപോലെ ഇന്നലെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പങ്കെടുത്ത അദ്ദേഹം ഇന്ന് സംസ്ഥാന കമ്മിറ്റി പങ്കെടുത്തില്ല. തനിക്കെതിരെ നടപടി വരുന്നത് ഉണ്ടാകുമല്ലോ, കമ്മിറ്റിയിലായിരിക്കുമല്ലോ വിഷയം വരുന്നത്. അതിൻ്റെക്കുള്ള ഒരു ബുദ്ധിമുട്ടായിരിക്കാം. അദ്ദേഹം രാവിലെ എനിക്ക് വേറെ ചടങ്ങുണ്ടെന്ന് പറഞ്ഞു പോയി. സ്വാഭാവികമായി അത് മനുഷ്യനെ സംബന്ധിച്ച് അങ്ങനെയാണ്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല എന്നാണ് വെപ്പ്. എങ്കിലും അദ്ദേഹം പെട്ടെന്ന് എനിക്ക് തോന്നുന്നു പലപ്പോഴും ഇ.പി വളരെ വൈകാരികമായി പ്രതികരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ ശരീരഭാഷയും അങ്ങനെയാണ്. അല്പം വൈകാരികമായിട്ടും ഒക്കെ തന്നെ പ്രതികരിക്കുന്നു. അദ്ദേഹത്തിന് ചില കാര്യങ്ങളൊക്കെ ഒരു ഉള്ളിലൊരു ദുഃഖമൊക്കെ ഉള്ള പോലെയാണ് അദ്ദേഹം പലപ്പോഴും പ്രതികരിക്കുന്നത്. പക്ഷേ അസ്ഥാനത്തുള്ള ചില പ്രതികരണങ്ങളുമുണ്ട്. അതൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ മേൽ ആരോപിക്കപ്പെട്ട ചില കുറ്റങ്ങളാണ്, അല്ലെങ്കിൽ ആ രീതികളാണ്. ആ രീതിയിൽ ചെയ്തത് ശരിയായില്ല എന്ന് തന്നെ തുടക്കത്തിൽ പാർട്ടിയുടെ വിവിധ ജില്ലാ കമ്മിറ്റികളും ഒക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ ആ ഇലക്ഷന്റെ അന്ന് ആ പ്രതികരണം നടത്തിയതും. അപ്പോൾ ഇനി അങ്ങോട്ട് പാർട്ടി സമ്മേളനങ്ങൾ നടക്കുമ്പോൾ അവിടെ ഈ ഇ.പി വിഷയവും മുകേഷ് വിഷയവും ചർച്ചയാവുന്നുള്ള ഉറപ്പാണ്. ഇതിനെ CPMന്റെ നേതാക്കന്മാർ എങ്ങനെ കൈകാര്യം ചെയ്യും, അല്ലെങ്കിൽ താഴത്തെ തട്ടിലുള്ള അണികളിൽ നിന്ന് എന്തൊക്കെ ചോദ്യങ്ങൾ ഉയരും എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഇനി അങ്ങോട്ട് ചിന്തിക്കേണ്ടത്. ഏതായാലും കേരള രാഷ്ട്രീയത്തിലെ ഒരു വലിയ സംഭവം തന്നെയാണ് ഇന്ന് നടന്നത്. ഇപ്പം ഇത്ര പെട്ടെന്ന് ഇങ്ങനെ മാറ്റുകയും അതിൽ ഈ ജാവ്ദേക്കറുമായി ചർച്ച നടത്തിയത് ഒരു കാരണമാണ് എന്ന് ഗോവിന്ദ മാഷ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഇനിയുള്ള നാളുകളിൽ കേരളത്തിലെ CPM രാഷ്ട്രീയത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാകും. അതെങ്ങനെ വരും എന്നുള്ളത് നമുക്ക് ആർക്കും പ്രവചിക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലുമല്ല. CPM അടിമുടി മാറുകയാണ്. നമസ്കാരം.